ഹലോ എവരി വൺ, ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. 2025 ഡിസംബറിൽ ലോയിൽ ചോദിച്ച പേപ്പർ 1 ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. 50 ചോദ്യങ്ങളുണ്ട്, 50 ചോദ്യങ്ങളുണ്ട്. അത് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു വീഡിയോയിൽ 50 ചോദ്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത കാരണം തീരുന്ന മുറയ്ക്ക് നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പം ലോയുടെ കഴിഞ്ഞ 2025 ഡിസംബറിലെ എക്സാം ലോയുടെ എഴുതിയവർക്ക് അറിയാൻ പറ്റും പേപ്പർ 1 ലോയിൽ ചോദിച്ച പേപ്പർ 1 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന്. അത് മനസ്സറിഞ്ഞ് എഴുതിയവർക്കും അതിൻ്റെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഇപ്പോഴും പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നവർക്കും മാത്രമേ അത് മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പം അതുകൊണ്ട് പരീക്ഷ എഴുതുന്നത് മാത്രമല്ല പ്രധാനം. പരീക്ഷ എഴുതിയതിന് ശേഷം റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് പറ്റുമെങ്കിൽ പ്രിൻ്റ് എടുത്തു വെച്ച് തെറ്റിയത് എവിടെയൊക്കെയാണെന്ന് നോക്കി ഇമ്പ്രൂവ് ചെയ്ത് അടുത്ത സൈക്കിളിലേക്കും കൂടെ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രധാനം എന്നുള്ളതും കൂടെ ആലോചിക്കുക. ഞാൻ പറയുന്നത് ഒരു അൺസർട്ടനിറ്റി നമ്മുടെ എക്സാമിനുണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, അല്ലേ, നമ്മൾ കട്ട് ഓഫ് കടക്കും എന്നുള്ളത്. എന്നാൽ കട്ട് ഓഫ് കടക്കാൻ സാധ്യത കൂടുതലാണ് താനും പഠിച്ചവർക്ക്. അപ്പം ഈ ജൂണിലാണെങ്കിൽ പോലും പരീക്ഷ എഴുതിയതിന് ശേഷം റെസ്പോൺസ് ഷീറ്റിന് വെയിറ്റ് ചെയ്യുക. 1 വീക്ക് അല്ലെ 1.5 വീക്കിനുള്ളിൽ റെസ്പോൺസ് ഷീറ്റ് വരും. ഡൗൺലോഡ് ചെയ്ത് വെച്ച് ആൻസർ കീ ആയിട്ട് നോക്കി എത്ര സ്കോർ എനിക്ക് കിട്ടും, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് തെറ്റിയത്, ഇനി എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു പോസ്റ്റ്മോർട്ടം നടത്തുക. എന്നിട്ട് കുറേശ്ശെ അടുത്ത സൈക്കിളിന് വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങുക. ആ ഒരു തയ്യാറെടുപ്പോടു കൂടിയാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ്, ഒരു ആങ്സൈറ്റി കുറഞ്ഞു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത സൈക്കിളും കൂടെ എനിക്കുണ്ട്, അല്ലെങ്കിൽ അടുത്ത എക്സാമും കൂടെ എനിക്ക് എഴുതാം, അതിനും കൂടെ ഞാൻ തയ്യാറെടുത്താണ് ഈ പരീക്ഷ എഴുതുന്നത് എങ്കിൽ കുറച്ച് ടെൻഷൻ കുറവുണ്ടാവും. അല്ലെങ്കിൽ ഇതെൻ്റെ അവസാന ശ്രമമാണ് എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പേടിയല്ലേ തോന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരിക്കലും തോന്നാതിരിക്കട്ടെ എല്ലാവർക്കും. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. PYQ ഡിസ്കഷനാണ്. ലോയിൽ ചോദിച്ച പേപ്പർ 1 ഡിസ്കഷനാണ്. ഫസ്റ്റ് തന്നെ DI ആണ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഇത് ആദ്യം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അവസാനം ചെയ്താലും മതി. കാരണം മാത്തമാറ്റിക്സ് ആണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്കൊരു ചെറിയ സ്റ്റെപ്പ് തെറ്റിയാൽ മതി, ഉത്തരം തെറ്റും. നമ്മൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ ആവും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അത് തന്നെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം സമയം പോകുന്നത് നമ്മൾ അറിയില്ല. പകരം അവസാനമാണ് ചെയ്യുന്നതെങ്കിലോ സമയം പോയാൽ പോലും നമ്മൾ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തു. നമുക്ക് എളുപ്പം കിട്ടുന്ന റീഡിങ് കോംപ്രിഹെൻഷൻ അടക്കം നമ്മൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് DIയിലേക്ക് വരുന്നതാണ് ബുദ്ധിപരം. എത്ര മാത്തമാറ്റിക്സിൽ ആത്മവിശ്വാസം ഉള്ള ആൾക്കാരാണേലും അതാണ് കുറച്ചുകൂടെ നല്ല ഐഡിയ എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് ടേബിൾ തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഡിഫറെൻറ്റ് അക്കാഡമിക് പ്രോഗ്രാംസ് ഓഫ് എ കോളേജ് ആർ പ്രൊവൈഡഡ് ഇയർ വൈസ്. ചോദ്യം വായിച്ച് മനസ്സിലാക്കുക. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്, പെർസെൻറ്റേജ് ഒന്നും അല്ല. അങ്ങനെയും തരാറുണ്ട്. ഇവിടെ തലക്കെട്ടി തരും പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ആണ്. എന്നിട്ട് ഇവിടെ ആ സിമ്പിൾ തരാതിരിക്കും. പെർസെൻറ്റേജിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു വരയിട്ടിട്ട് 2 കുത്ത്, ആ സിമ്പിൾ ഇവിടെ തരാതിരിക്കും. അപ്പം ചില കുട്ടികൾ നേരിട്ട് പോയി ടേബിൾ വായിച്ച് നോക്കുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, ഇനി തലക്കെട്ട് എന്തിനാ വായിക്കണത് എന്നും കരുതി ചോദ്യം ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്പേഴ്സ് ആണെന്ന് കരുതി അവർ ചെയ്യും, പക്ഷേ പെർസെൻറ്റേജിലായിരിക്കും തന്നിരിക്കുക. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയുള്ള തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചോദ്യം കൃത്യമായിട്ട് വായിക്കുക. ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് 150, 40 നമ്പറാണ്, പെർസെൻറ്റേജ് അല്ല. അപ്പോൾ അത് നമ്മൾ ഉറപ്പിച്ചു, അല്ലേ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഡിഫറെൻറ്റ് അക്കാഡമിക് പ്രോഗ്രാംസ് ഓഫ് എ കോളേജ് ആർ പ്രൊവൈഡഡ് ഇയർ വൈസ്. ഏതൊക്കെ പ്രോഗ്രാംസിനെ പറ്റിയാണ് പറയുന്നത്? BA, BSc, BBA, BCom, BCA. അപ്പം 5 പ്രോഗ്രാംസിനെ പറ്റി. നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്കിതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം BAയിൽ കുറച്ച് കൂടുതലാണ്, അല്ലേ? ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. കണ്ടോ, ഇവിടെ തന്നെ തലക്കെട്ടി തന്നെ പറയുന്നുണ്ട്, സ്റ്റഡി കെയർഫുള്ളി ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഹിയർ അണ്ടർ. സ്റ്റഡി കെയർഫുള്ളി ദ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ടൊന്ന് സ്കിം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ തെറ്റുപറ്റും. അത് അവർ തന്നെ വാർണിംഗ് തരുന്നുണ്ട്. അപ്പം വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ. നമ്മുടെ അശ്രദ്ധ കൊണ്ട് തെറ്റുപറ്റരുത്. നമുക്കറിയാൻ പാടില്ലാതെ തെറ്റിക്കോട്ടെ, പക്ഷെ അശ്രദ്ധ കൊണ്ട് തെറ്റുപറ്റരുത്. നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഷീറ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആൻസർ കീ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് തെറ്റുപറ്റിയ ഒരു 5 ചോദ്യമെങ്കിലും ഉണ്ടാവും. 5 ചോദ്യമെങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് പോയതുണ്ടാവും. നമുക്ക് തന്നെ നമ്മളെ തല്ലാൻ തോന്നും.
ഒരു ആ അശ്രദ്ധ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് 5 ചോദ്യവും കൂടെ ശരിയാക്കാൻ പറ്റുമായിരുന്നു. JRFന്റെ കട്ട് ഓഫ് നമ്മൾ സുഖമായിട്ട് കടന്നു പോയേനെ ചിലപ്പം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ കണക്ക് കൂട്ടി വേണം പരീക്ഷ എഴുതാൻ എന്ന് കരുതി പേടിയും പാടില്ല, ടെൻഷനും പാടില്ല, ആങ്ഷ്യസും ആവാൻ പാടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ റേഷ്യോ ഓഫ് അഡ്മിറ്റഡ് സ്റ്റുഡൻസ് ഇൻ BA പ്രോഗ്രാം ടു ദോസ് ഇൻ ഓൾ ദ പ്രോഗ്രാംസ് ഇസ് ദ ലോവസ്റ്റ്? റേഷ്യോ ആയി വെച്ചിരിക്കുന്നത് BA പ്രോഗ്രാം ടു ഓൾ പ്രോഗ്രാം, BA പ്രോഗ്രാം ടു ഓൾ പ്രോഗ്രാം, അതായത് BA ഈസ് ടു ഓൾ, BA ഈസ് ടു ഓൾ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ BA ഈസ് ടു ഓൾ ഏതൊക്കെ വർഷത്തെ? 2021, 22, 23, 24 ഈ എല്ലാ വർഷത്തെയും BAയുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ടു ഓൾ പ്രോഗ്രാംസിൽ അഡ്മിറ്റഡ് സ്റ്റുഡൻസിന്റെ റേഷ്യോ അങ്ങനെ എഴുതി ഏറ്റവും ലോവസ്റ്റ് ഏതാണെന്ന് ഫൈൻഡ് ചെയ്യുക. നമുക്കറിയാം A/B എന്ന് പറയുന്നത് A/B ആണെന്ന്, അല്ലേ? ഇത് നമുക്കറിയാം. BA ഈസ് ടു ഓൾ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ BA ബൈ ഓൾ പ്രോഗ്രാംസ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. BAനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. 2021 150 BA സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 150 150 BA സ്റ്റുഡൻസ് ഉണ്ട്. ഈസ് ടു ഓൾ എന്ന് പറയുമ്പം 150 പെടും, 25 പെടും, 50 പെടും, 45 പെടും, 75 പെടും. 75 45 എത്രയാ? 80 40 120 120 120ഉം 50ഉം 170 170ഉം 25ഉം 195. ഇത് എഴുതി കൂട്ടാൻ നിൽക്കരുത്. എഴുതി കൂട്ടാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. 195ഉം 150ഉം 345. 195ന്റെ കൂടെ 150 കൂട്ടണ്ട. 195ന്റെ കൂടെ ഒരു 5 കൂടെ കൂട്ടിയാൽ 200 ആയില്ലേ? 200 150 കൂടെ കൂട്ടാൻ സുഖമല്ലേ? 200 150 എത്രയാ? 350. 350 ഒരു 5 കുറച്ചാൽ മതി, 345. അപ്പൊ അങ്ങനെ 345. 150 ഡിവൈഡ് ബൈ 345 നമുക്ക് നോക്കണം. ഡിവൈഡഡ് ബൈ 345. ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പൊ പോയിന്റ് ഇടുക. 1500 എത്ര? 345 4 300 × 4 300 × 4 1200. 45 × 4 45 × 2 90. 45 × 4 എന്ന് പറയുന്നത് 180, അല്ലേ? അപ്പൊ 1200 180 1380. 4.4 1380. ബാക്കി എത്രയാ? 120. 120 ഉണ്ടോ 345? ഇല്ല. ഒരു 0 കൂടെ. 1200 എത്ര? 345. 3 ഇല്ല. 3 ഉണ്ട്. 4 ഇല്ല. 3 ഉണ്ട്. 4 ഇല്ലല്ലോ, കാരണം 300 × 4 തന്നെ 1200. ഇവിടെ 45 കൂടെ ഉണ്ട്. അപ്പൊ 4 വരില്ല. 0.43. അടുത്തത് ഏറ്റവും ലോവസ്റ്റ് ചോദിച്ചിരിക്കുന്നത് 2022 എങ്ങനെ എഴുതും? 225 ഈസ് ടു കുട്ടിക്ക് 85 85 70 155 155 62 155 62 പിന്നെ 225. നാനൂറ്റി 442. 225 442. ഒരു വഴിയില്ലെങ്കിൽ മാത്രമേ എഴുതി കൂട്ടാവുള്ളൂ. മാക്സിമം തന്നെ കൂട്ടുക. ഇവിടെ ഇപ്പൊ 62 വരുമ്പോൾ കുറച്ച് പാടായിരിക്കും ചിലപ്പം. അപ്പം അങ്ങനെ തോന്നുകയാണെങ്കിൽ എഴുതി കൂട്ടുക. എനിക്കിവിടെ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ വീഡിയോയിൽ പിന്നെ തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഒന്ന് കൂട്ടി നോക്കിയത്. അല്ലെങ്കിൽ ഞാൻ മാക്സിമം മനക്കണക്ക് ചെയ്യാനേ ശ്രമിക്കാറുള്ളൂ. അങ്ങനെ ഇപ്പോഴേ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷാ സമയത്ത് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവും. ഇല്ലാതെ പരീക്ഷാ സമയത്ത് പോയിട്ട് ശ്രമിക്കാനായിട്ടുള്ള ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 225/442 എങ്ങനെ ചെയ്യും?
225 ഡിവൈഡഡ് ബൈ 442. ഒരു 0 0.2. 2250 എത്ര 405 ഉണ്ട്? 0.5 ഉണ്ടല്ലേ? 0.5 ഉണ്ട്. കാരണം എന്താ? 442 400 × 5 2000 ആണ്. 40 × 5 എത്രയാ? 200 ആണ്. അപ്പൊ തന്നെ 2200 ആയി. 2 × 5 10 ആണ്. 2210 വരിക. 0.5 2210 0.5 ആയി. ഇനി നമ്മൾ ബാക്കി നോക്കണോ? വേണ്ട. കാരണം എന്താ? ബാക്കി നോക്കണ്ട. കാരണം 0.4 ഉണ്ട് ഇവിടെ. നമ്മളോട് ലോവസ്റ്റായി ചോദിച്ചിരിക്കുന്നത്. അപ്പം 2022 കുറവാ 2021 മനസ്സിലായി. ഇനി 2023 നോക്കിയേ. 65 30 95 95 90 185 185ഉം 70ഉം 250 258 258ഉം 450 708 450 by 708 450 ഈസ് ടു 708. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? 450 ഈസ് ടു 708. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എഴുതുക. അതാണ് റേഷ്യോ. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യണ്ടേ? സെവൻ നോട്ട് 8 7 6 42 ആണ്. അപ്പം 6 വരും. 0.6 വരും. 708 × 6 ആണ് അടങ്ങുള്ളൂ. അപ്പം 42 4200 8 6 48 4200 248 0.6. അത്രയും മതി നമുക്ക്. അത്രയും ചെയ്താൽ മതി. ഇവിടെ 0.6 വരുന്നതെന്ന് അറിഞ്ഞാൽ മതി. കാരണം അതിനേക്കാൾ കുറവുണ്ട് 2021. ഇനി 2024 470 ഈസ് ടു 35 78 78 175 175 140 175 180 210 283 283ഉം 470 470ഉം 783. ഇതെന്ത് ചെയ്യും? എത്ര വരും? ഇതും 0.6ന്റെ അടുത്ത് വരൂല്ലേ? 0.6 അല്ലേ 0.5? അതുറപ്പാ. കാരണം 0.6 ആണ് 4200. 50 × 6 എന്ന് പറയുന്നത് 300 വരും. എന്തായാലും 0.6 വരും അല്ലേ? പോയിന്റ് ഇവിടെ 0 ഇട്ട് കൊടുത്തപ്പോഴേ വന്നു 6 വന്നു. അപ്പം തന്നെ ഏറ്റവും ലോവസ്റ്റ് നമുക്കിവിടെ കിട്ടി. ഏറ്റവും ലോവസ്റ്റ് ഏതാ? 0.4. 2021 0.4 ആണ് ഏറ്റവും ലോവസ്റ്റ്. അതാണ് ഉത്തരം. നോക്കാം നമുക്ക്. 2021 ആണ് ഉത്തരം. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്പം രണ്ടാമത്തെ ചോദ്യത്തിന്റെ എങ്ങനെയാണ്? ഇൻ വിച്ച് ഇയർ ദ റേഷ്യോ ഓഫ് അഡ്മിറ്റഡ് സ്റ്റുഡൻസ് ടു ഇറ്റ്സ് പ്രീവിയസ് ഇയർ അഡ്മിറ്റഡ് സ്റ്റുഡൻസ് ഈസ് ദ ഹയസ്റ്റ്. റേഷ്യോ ചോദിച്ചിരിക്കുന്നു. കറന്റ് ഇയർ, പ്രീവിയസ് ഇയർ. അപ്പോൾ കറന്റ് ഇയർ ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ, അതാണ് നോക്കേണ്ടത്. 2022 ആണെങ്കിൽ 2022 ടോട്ടൽ അഡ്മിറ്റഡ് സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ 2021. അത് കഴിഞ്ഞ് 2023 കാണാനോ? 2023 ഡിവൈഡഡ് ബൈ 2022 ടോട്ടൽ. അത് കഴിഞ്ഞ് 2024 കൂടുതലെന്ന് കാണാനോ? 2024 ഡിവൈഡ് ബൈ 2023. അത് കഴിഞ്ഞ് 2025 ആണോ കൂടുതലെന്ന് കാണാൻ 2025 ഡിവൈഡ് ബൈ 2024. റേഷ്യോ നോക്കുകയാണ്. ഹയസ്റ്റ് എവിടെയാണെന്ന് കണ്ടെത്താൻ. 2022 ടോട്ടൽ സ്റ്റുഡൻസ് നമ്മൾ കണ്ടുപിടിച്ചതാ. 2021 കണ്ടുപിടിച്ചതാ. 2023 കണ്ടുപിടിച്ച. എല്ലാം കണ്ടുപിടിച്ചല്ലേ? ഇന്ന് നോക്കിയേ.
എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതെല്ലാം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2022 ചെയ്തിട്ട് ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണോ അവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കാം. 2021 ടോട്ടൽ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 345 ആണ് കിട്ടിയത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 442 ആണ് കിട്ടിയത്. അപ്പൊ എങ്ങനെ എഴുതും? 442 ഡിവൈഡഡ് ബൈ 345. ഓക്കെ. ഇനി 2023 എല്ലാം കൂടെ ആഡ് ചെയ്തപ്പം 708 ആണ് കിട്ടിയത്. 708 ഡിവൈഡഡ് ബൈ 442. 708 ഡിവൈഡ് ബൈ 442. അടുത്തതോ? അടുത്തത് 7 എത്രയായിരുന്നു? 108 പ്ലസ് 213 പ്ലസ് 283 470 283 എത്രയാ? 315 753 ബൈ 708. അടുത്തതോ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 130 17 200 206 206 212 212 36 218 248 248 18 248 18 12 3 328 500 828 ആ വരിക. അപ്പോൾ 828 ഡിവൈഡ് ബൈ 753. 828 ഡിവൈഡ് ബൈ 753. ഇത്രയും ചെയ്ത് നോക്കുമ്പം ഇതിനകത്ത് ഹയസ്റ്റ് ഏതാണോ അതാണ് ഉത്തരം. 442. ഇതിനകത്ത് ഏറ്റവും വ്യത്യാസം കൂടുതൽ എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റിയാലും അതായാലും മതി. ഇത് നോക്കിയേ, ഇതിൻ്റെ അകത്ത് എത്ര വ്യത്യാസമുണ്ട്? എന്തായാലും 442 ഒരു 345 ഉണ്ട്. 1 വരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ 100ന്റെ ഏകദേശം 100ന്റെ വ്യത്യാസം. ഇവിടെയോ ഏകദേശം 250യുടെ മുകളിലാണ് വ്യത്യാസം അല്ലേ? ഇവിടെയോ 100ന്റെ വ്യത്യാസമേ ഉള്ളൂ. ഏകദേശം ഒരു 150യുടെ അടുത്ത് വ്യത്യാസം. ഇവിടെയോ ഒരു 100ന്റെ വ്യത്യാസം പോലും ഇല്ല. അപ്പൊ ഇത് വരാൻ സാധ്യതയില്ല. ഇതിനകത്ത് വ്യത്യാസം കുറവാണ് ഇതിനെ അപേക്ഷിച്ച്. സ്വാഭാവികമായിട്ടും ഇതേ ഉത്തരം വരുള്ളൂ. നമ്മൾ ഈ ഒരു ലോജിക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്തു നോക്കാതെ തന്നെ ഇതാണ് ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് 2021 ഉത്തരം നമുക്ക് കിട്ടും ചെയ്ത് നോക്കാതെ തന്നെ. കാരണം 442 എത്ര 345 ഉണ്ട്, ഒരു പ്രാവശ്യം ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഉണ്ട്. എത്രയും കൂടെ ഉണ്ടാവും? ഇതിനകത്ത് നോക്കിയ വ്യത്യാസം, ഇതിനകത്ത് ഏകദേശം 100ന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇതിനകത്തോ 250നേക്കാൾ കൂടുതൽ വ്യത്യാസമുണ്ട്. 542 642 പിന്നെയും 50 കൂട്ടിക്കഴിഞ്ഞാൽ 690നേക്കാൾ കൂടുതൽ 250യേക്കാൾ കൂടുതൽ വ്യത്യാസമുള്ള കാരണം ഇതാണ്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. സമയം കൂടുതൽ എടുക്കും. അപ്പം 442 ഡിവൈഡഡ് ബൈ 345 345 7 13 9 30 970 എത്ര? 0.3 ഇല്ല. 1.2 ഉള്ളൂ. 1.2. ഇനി 223 708 ഡിവൈഡഡ് ബൈ 442 442 6 2 1.6 വരും അല്ലേ? 442 6ന്റെ അടുത്ത് വരും 1.6. ഇനി അടുത്തതോ 753 ബൈ 708. അത് വളരെ വ്യത്യാസം കുറവായിരിക്കും. 1 ഉണ്ട്, പക്ഷെ 1.0 എന്ന് പറഞ്ഞു തുടങ്ങും. ഇതും അങ്ങനെ തന്നെയാണ്. 822 ഡിവൈഡ് ബൈ 753 ചെയ്ത് നോക്കിയാൽ മതി. 1.0 എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുക എന്ന് പറഞ്ഞ റിമൈൻഡർ. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് 2023. അപ്പം നമുക്ക് ചോദ്യം അതോടുകൂടി നിർത്താൻ പറ്റും. രണ്ടാമത്തെ ഉത്തരം 2023 ആണ്. അപ്പൊ ഇത്രയാണ് ഈ സെക്കൻഡ് പ്രോബ്ലത്തിന്റെ എക്സ്പ്ലനേഷൻ. താങ്ക് യു.